നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാർ കണ്ണൂരിലെ പൊതുസമൂഹത്തോട് കാട്ടുന്ന കുറ്റകരമായ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ കണ്ണൂരിലെ അഭിഭാഷകർ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ഡിസംബർ 12 കോടതി നടപടികൾ ബഹിഷ്കരിച്ച് കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തുമെന്ന് കണ്ണൂർ ബാർ അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ കോടതികളും തലശ്ശേരിയിൽ മാത്രം സ്ഥാപിക്കുന്നതിന് പിന്നിൽ സങ്കുചിത താൽപര്യം സംരക്ഷിക്കുന്ന ഒരു വിഭാഗമാണ് എന്നും ഭാരവാഹികൾ പറഞ്ഞു. 117 കൊല്ലമായി ഒരു ജില്ലാ കോടതിയില്ലാത്ത കണ്ണൂരിൽ ഒരു ജില്ലാ കോടതി അനുവദിക്കുന്നതിന്റെ ഭാഗമായാണ് നിലവിൽ കണ്ണൂരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്പെഷ്യൽ ട്രാക്ക് കോടതി ഡിജിറ്റൽ MCT കോടതിയായി മാറ്റുന്നതിന് കേരള ഹൈക്കോടതി ഉത്തരവായത്. ആ തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് തലശ്ശേരിയിലേക്ക് ഈ കോടതി മാറ്റിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഉത്തരവായിരിക്കുകയാണ്. എല്ലാ കോടതികളും തലശ്ശേരിയിൽ മാത്രം സ്ഥാപിക്കുന്നതിന് പിന്നിൽ സങ്കുചിത താൽപര്യം സംരക്ഷിക്കുന്ന ഒരു വിഭാഗമാണ് കഴിഞ്ഞ കാലത്തെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ വിഭാഗം ഇപ്പോഴും സജീവമാണെന്നാണ് ഡിജിറ്റൽ കോടതി മാറ്റത്തിലൂടെ തെളിയുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ ഉടൻ പ്രാബല്യത്തിൽ വരുന്ന തരത്തിലാണ് ഉത്തരവായത്. പക്ഷേ ആ കോടതി ഇവിടെ ആരംഭിക്കുന്നതിന് വേണ്ടുന്ന പ്രാഥമിക നടപടികൾ തലശ്ശേരിയിൽ നിന്ന് ഒരു സ്ഥിരസ്ഥതാറി അടക്കം കണ്ണൂരിലേക്ക് ഡെപ്യൂട്ട് ചെയ്ത ഉത്തരവ് അടക്കം വന്നതിന് ശേഷം ഞങ്ങളോട് ഒരു വാക്കുപോലും പറയാതെ ആ കോടതി കണ്ണൂരിൽ നിന്ന് തലശ്ശേരിയിലേക്ക് മാറ്റിക്കൊണ്ട് കേരള സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. കണ്ണൂരിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് 1907 കണ്ണൂരിൽ ആദ്യമായിട്ട് മുനിസിപ്പൽ കോടതി ആരംഭിക്കുന്നത്. 117 കൊല്ലം കഴിഞ്ഞിട്ടും ഇന്ത്യയിലെ ഒരു ജില്ലാ ആസ്ഥാനത്ത് ജില്ലാ കോടതിയില്ലാത്ത ഏക ജില്ലാ ആസ്ഥാനം കണ്ണൂരാണ്. 1962 ഒരു സബ് കോടതിക്ക് വേണ്ടിയിട്ട്, ജില്ലാ കോടതിയുടെ താഴെ വരുന്ന ഒരു കോടതിയാണ് സബ് കോടതി. ആ സബ് കോടതി അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ ബാർ അസോസിയേഷൻ്റെ ഭാരവാഹികളുടെ പ്രയത്നം ഫലം കാണുകയും 62 ഒരു സബ് കോടതി അപേക്ഷ കൊടുത്തു. 2012 കണ്ണൂരിന് ഈ പറയുന്ന സബ് കോടതി അനുവദിച്ചത്. ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്പെഷ്യൽ ട്രാക്ക് കോടതിയുണ്ട്, പോക്സോ കോടതി. ആ കോടതി 2025 അത് അവസാനിക്കുകയാണ്. എല്ലാ കോടതികളും 14 ജില്ലകളിലും അത്തരം കോടതികളുണ്ട്. ആ കോടതികളൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന കോടതികളാണ്. ആ കോടതികളുടെ പ്രവർത്തനം 2025 അവസാനിക്കും. അപ്പോൾ ആ കോടതികളൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് ഡിജിറ്റൽ കോടതികൾ ആയിട്ട് പ്രഖ്യാപിച്ചു. ആ കൂട്ടത്തിലാണ് കണ്ണൂരിന് ഒരു ഡിജിറ്റൽ കോടതി അനുവദിച്ചത്. ആ കോടതിയാണ് ഇവിടെ നിന്ന് വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. തലശ്ശേരിയിൽ 5 ജില്ലാ കോടതികളുണ്ട്. 5 ജില്ലാ കോടതികൾ, 5 വാഹന നഷ്ടപരിഹാര കോടതികളും ഉണ്ട്. വാഹനാപകട നഷ്ടപരിഹാരം MACT കോടതികളുണ്ട്. അവിടത്തേക്കാണ് കണ്ണൂരിന് അനുവദിച്ച വാഹനാപകട നഷ്ടപരിഹാരം കോടതി അടക്കമുള്ള കോടതി വലിച്ചു കൊണ്ടുപോകുന്നത്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കസ്തൂരി ദേവൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് GV പങ്കജാക്ഷൻ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബുരാജ് കൊലാരത്ത്, മുൻ പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് EP ഹംസക്കുട്ടി, അഡ്വക്കേറ്റ് PP വേണു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.